Old Testament saints, they represent specific divine virtues. പഴയ നിയമ ഭക്തന്മാർ ദൈവത്തിൻ്റെ പ്രത്യേകമായ ചില സവിശേഷതകളെ എടുത്തു കാണിക്കുന്നവരാണ്. For example, Enoch walking with God. ഉദാഹരണത്തിന് ഹാനോക്ക് ദൈവത്തോടൊപ്പം നടന്നു എന്ന് വായിക്കുന്നു. Abraham, faith and obedience. അബ്രഹാം വിശ്വാസത്തിന്റെയും അനുസരണത്തിന്റെയും മാതൃക. Jacob, brokenness and transformation. യാക്കോബ് നുറുക്കത്തിന്റെയും രൂപാന്തരത്തിന്റെയും മൂർത്തിഭാവം. Moses, knowing God. മോശ കാണിക്കുന്നത് ദൈവത്തെ അറിയുന്ന അറിവിനെ കുറിച്ചാണ്. David, devotion to God. ദാവീദ് ദൈവഭക്തിയുടെ പ്രതിരൂപമാണ്. So what would you think Joseph would represent? അങ്ങനെയാണെങ്കിൽ യോസഫ് എന്താണ് പ്രതിനിധീകരിക്കുന്നത്? Suffering and glory. കഷ്ടതയും മഹത്വവും. See, one of the greatest thing Joseph highlights of his life is, you can be a victor, needn't be a prey, a victim. യോസഫിന്റെ ജീവിതം വിശേഷമായി നമ്മളെ എടുത്തു കാണിക്കുന്ന കാര്യം, നിങ്ങൾ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളുടെ ഇരയായി അവസാനിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ഒരു ജയാളിയായിരിക്കാൻ കഴിയും. See, there's a saying, man is the victim of his circumstances. ഇങ്ങനെ പറയാറുണ്ട്, മനുഷ്യൻ തൻ്റെ ജീവിത സാഹചര്യങ്ങളുടെ ഇരയാണ്. We hear of victims of war. നാം യുദ്ധങ്ങളുടെ ഇരകളെ കുറിച്ച് നാം കേൾക്കുന്നു. Victims of a tragedy. ദുരന്തങ്ങളുടെ ഇരയായവരെ കുറിച്ച് നാം കേൾക്കുന്നു. Victims of a broken home. തകർന്ന കുടുംബങ്ങളുടെ ഭവനങ്ങളുടെ ഇരയായി തീർന്ന ജീവിതങ്ങളെ നാം കാണുന്നു. Victims of social rejection. സാമൂഹിക തിരസ്കരണത്തിന്റെ ഇരകളെ നാം കാണുന്നു. And we hear personal confessions of how their life is being victimized. ആളുകൾ തങ്ങളുടെ ജീവിതം എങ്ങനെ വേട്ടയാടപ്പെട്ടു, എങ്ങനെ ഇരയാക്കപ്പെട്ടു എന്നുള്ളതിനെ കുറിച്ച് അവർ തന്നെ അവരുടെ ജീവിത കഥകൾ പറയുന്നത് നാം കേൾക്കുന്നു. You might have heard people say that my father abandoned me early in life, so I didn't have the privilege to study more. പലരും എൻ്റെ പിതാവ് എന്നെ വളരെ ചെറുപ്പത്തിൽ എന്നെ ഉപേക്ഷിച്ച് പോയതുകൊണ്ട് എനിക്ക് പഠിക്കുവാനോ ഒരു വിദ്യാഭ്യാസത്തിനുള്ള അവസരമോ ലഭിച്ചില്ല എന്ന് പറയുന്നവരെ നമ്മൾ കേട്ടിരിക്കും. I was born in a broken home and I never knew what love is, and I grew up in a hostile world, so I don't know to love. മറ്റു ചിലർ ഇങ്ങനെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവണം, ഞാൻ ഒരു തകർന്ന ഭവനത്തിലാണ് ജനിച്ചത്, എനിക്ക് വേണ്ട സ്നേഹം എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ട് സ്നേഹിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. There are people who say that I've been on this bed for 20 years. I'm so helpless and I'm a burden to those who take care of me. I wish I died. മറ്റു ചിലർ പറയുന്നു, കഴിഞ്ഞ 20 വർഷമായി ഞാൻ ഈ കിടന്ന കിടക്കയിലാണ്, എൻ്റെ വീട്ടുകാർക്ക് ഞാനൊരു ഭാരമാണ്, ഞാനൊന്ന് മരിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Such confessions we never, not just hear in the world alone, we often hear in the believing community too. ശ്രദ്ധിക്കുക, എന്നാൽ ഈ കാര്യങ്ങൾ ലോകത്തിൽ മാത്രമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കഥകൾ നമ്മൾ കേൾക്കുന്നത് വിശ്വാസ സമൂഹത്തിലും ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. I'm unprivileged. If I had the opportunity to go abroad and study better, take my higher studies, I would have had a good fortune. ഞാൻ ദൗർഭാഗ്യവാനാണ്, ഒരുപക്ഷെ വിദേശത്ത് പോയി പഠിച്ച് ഒരു ഭാവി ഉണ്ടാക്കുവാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എത്ര അനുഗ്രഹിക്കപ്പെട്ടേനെ എന്നൊക്കെ ആളുകൾ ചിന്തിക്കുന്നു. If I had an understanding wife or an understanding husband, I would have really be a happy Christian. എനിക്ക് മനസ്സിലാക്കുന്ന ഒരു ഭാര്യയോ ഒരു ഭർത്താവോ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ ഞാൻ എത്ര സന്തോഷവാനായിരുന്നേനെ. Such a busy life. I wish I had more time so that I could serve the Lord better. എന്ത് തിരക്കുള്ള ജീവിതമാ, അല്പസമയം കിട്ടിയിരുന്നെങ്കിൽ കർത്താവിനെ സേവിക്കാമായിരുന്നു പറയുന്നവർ. I am a person with no talents. I wish I had some talents so that I could serve with my talents. എനിക്ക് പ്രത്യേകിച്ച് കഴിവുകളൊന്നുമില്ല, കുറച്ച് കഴിവുകൾ ഉണ്ടായിരുന്നെങ്കിൽ എത്ര മനോഹരമായിട്ട് ദൈവത്തെ സേവിക്കാമായിരുന്നു.
Most believers carry this victim spirit. മിക്ക വിശ്വാസികളും ഇങ്ങനെ ഇരകളാണെന്നുള്ളൊരു ബോധം ഒരു ആത്മാവും കൊണ്ട് നടക്കുന്നവരാണ്. Self-pity. സ്വയ സഹതാപം. Always taken up with their deprivation. തങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്തൊരവസ്ഥ, അപഹരിക്കപ്പെട്ടൊരവസ്ഥയെ കൊണ്ട് നടക്കുന്ന ആളുകൾ. Now think of Joseph. ഇപ്പോൾ യോസഫിനെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. Compare your life with Joseph. നിങ്ങളുടെ ജീവിതത്തെ അല്ലെങ്കിൽ ഇവരുടെ ജീവിതത്തെ യോസഫിന്റെ ജീവിതമായി ഒന്ന് തട്ടിച്ചു നോക്കിയിട്ട്. He had 11 brothers. തനിക്ക് 11 സഹോദരങ്ങളുണ്ടായിരുന്നു. But he was always alienated. എങ്കിലും താൻ അവരിൽ നിന്ന് തള്ളപ്പെട്ടവനായി, ഏകനായി, മാറപ്പെട്ടവനായി. They were a team, they were a gang. ഈ 11 പേരൊരു സംഘമാണ്. They would just laugh at him. അവർ ചേർന്ന് അവനെ നോക്കി ചിരിക്കും. He was always lonely. അവൻ എപ്പോഴും ഏകനായിരുന്നു. See, like a commodity, he was sold. ഒരു ചരക്കെന്ന പോലെ അവൻ വിൽക്കപ്പെട്ടു. Being a slave in a foreign land. ഒരു വിദേശ ഒരു പരദേശത്ത് ഒരു അടിമയാക്കപ്പെട്ടു. Away from home, away from non-people, away from non-situations. ഭവനത്തിൽ നിന്ന് മാറി, എല്ലാ ജനങ്ങളിൽ നിന്നും മാറി, അനുകൂല സാഹചര്യങ്ങളിൽ നിന്നെല്ലാം മാറി താനായിരിക്കുന്നു. And so innocent, yet been convicted and been in a prison. നിഷ്കളങ്കനെങ്കിലും ഒരു കുറ്റവാളിയെ പോലെ കഷ്ടതകൾ അനുഭവിക്കുന്നവനായി അവൻ അടയ്ക്കപ്പെട്ടിരിക്കുന്നു. Long years of pain, suffering. Anyone would call it a tragedy. ദീർഘനാളുകളുടെ കഷ്ടതകൾ, ദുരിതങ്ങൾ, ആരും ഇതിനെ ഒരു ദുരന്തമെന്ന് വിളിക്കും. Victim. ഇര. You ever feel yourself that you are a victim? നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളൊരു ഇരയാണ് എന്ന് ചിന്തിക്കുന്നുണ്ടോ? Here is Joseph. ഇവിടെ ഇതാ യോസഫിനെ കാണുക. What do you find him so composed and serene without frustration in his life? എന്നാൽ യോസഫിനെ നാം കാണുന്നത് വളരെ ശാന്തനായി, സ്വസ്ഥനായി, ജീവിതത്തെക്കുറിച്ച് പരാതികളില്ലാത്ത ഒരു വ്യക്തിയായിട്ടാണ്. He was going through it all. ഇതിലെല്ലാത്തൂടെയും കടന്നുപോയവനാണ് അവൻ. So composed and peaceful. എന്നാൽ ശാന്തനും സമാധാനമുള്ളവനുമായ ഒരു വ്യക്തിയായി. Why? എന്തുകൊണ്ട്? He was sure of one thing. താൻ ഒരു കാര്യത്തെക്കുറിച്ച് ഉറപ്പുള്ളവനായി. My destiny doesn't depend on any person or anything. എൻ്റെ ഭാവി, എൻ്റെ ഭാഗധേയം ഏതെങ്കിലും ഒരു വ്യക്തിയെ ആശ്രയിച്ചോ ഏതെങ്കിലും ഒരു സാഹചര്യത്തെ ആശ്രയിച്ചേ അല്ല എൻ്റെ ഭാവി ഇരിക്കുന്നത്. God is sovereign. എൻ്റെ ദൈവം സർവാധികാരിയാണ്, പരമാധികാരിയാണ്. My destiny depends on him and him alone. എൻ്റെ ഭാവി, എൻ്റെ ഭാഗധേയം അവനെ മാത്രം, അവിടുത്തെ മാത്രം ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. He always stood so founded in that reality of his God. തൻ്റെ ദൈവം എന്ന ആ യാഥാർത്ഥ്യത്തിൽ അടിസ്ഥാനപ്പെട്ട് താൻ എന്നും ജീവിച്ചു. Yeah, that's what we read in Genesis 49. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായത്തിൽ ഇതാണ് നാം വായിക്കുന്നത്. When Jacob blesses Joseph. യോസഫിനെ യാക്കോബ് അനുഗ്രഹിക്കുന്ന സന്ദർഭം. See some of those verses here from verses 22 to 24. 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ ഈ കാര്യങ്ങൾ നാം കാണുന്നു. യോസഫ് ഫലപ്രദമായൊരു വൃക്ഷം, നീരുറവിനരികെ ഫലപ്രദമായൊരു വൃക്ഷം തന്നെ. അതിൻ്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു. അവർ എയ്തു അവനോട് പൊരുതു. അവൻ്റെ വില്ല് ഉറപ്പോടെ നിന്നു. അവൻ്റെ ഭുജം യാക്കോബിൻ വല്ലഭന്റെ കയ്യാൽ ബലപ്പെട്ടു. ഇസ്രായേലിന്റെ പാറയായ ഇടയന്റെ നാമത്താൽ തന്നെ. Joseph, where is that old story of that rejection and alienation? യോസഫേ, നിന്നെ ഒറ്റപ്പെടുത്തിയ, നിന്നെ തിരസ്കരിച്ച ആ നിന്റെ പഴയ കഥകളൊക്കെ എന്ത് ചെയ്യും യോസഫേ? Where is that old story of rejection and betrayal? നീ വഞ്ചിക്കപ്പെട്ട, തിരസ്കരിക്കപ്പെട്ട കഥകളൊന്നും നീ ഓർക്കുന്നില്ലേ? Why is that old story of that terrible misunderstanding? നീ തെറ്റിദ്ധരിക്കപ്പെട്ട ആ കഠിനമേറിയ കഥ, കൈപ്പേറിയ കഥ എന്ന് നിനക്ക് ഓർമ്മയില്ലേ? You don't find a victim here. ഇവിടെ നാം കാണുന്നത് ഇതിനെല്ലാം ഇരയാക്കപ്പെട്ട ഒരു വ്യക്തിയല്ല.
a victor. അല്ല, ഒരു ജയാളിയാണ് നമ്മൾ ഇവിടെ victor. കാണുന്നത്. ജയാളി. Amen. That is our call. ഇതാണ് നമ്മുടെ വിളി. See, the lives of saints are told as paradoxical. വിശുദ്ധന്മാരുടെ ജീവിതം വിരോധാഭാസം നിറഞ്ഞതാണ്. John in his old age, തന്റെ പ്രായാധിക്യത്തിലായ യോഹന്നാൻ he was sent to exile to the island of Patmos. പത്മോസിലെ പ്രവാസത്തിലേക്ക് താൻ അയക്കപ്പെട്ടു, നാടുകടത്തപ്പെട്ടു. What would you expect from him? അങ്ങനെ നാടുകടത്തപ്പെട്ട യോഹന്നാന്റെ ജീവിതത്തിൽ നാം എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? Poor, weak old man. വളരെ പ്രായം ചെന്ന് ദുർബലനായ ബലഹീനനായ ഒരു മനുഷ്യൻ. Finally see him suffer as a victim. ഒടുവിൽ ഇതാ ഒരു ഇരയായി കഷ്ടപ്പെടുന്നത് നാം കാണുന്നു. You know how we got the book of Revelation? എന്നാൽ നിങ്ങൾക്കറിയാമോ എങ്ങനെയാണ് വെളിപാട് പുസ്തകം നമുക്ക് കിട്ടിയതെന്ന്? A victor. നാം കാണുന്നത് ബലഹീനനായ തകർന്നു പോയൊരു വ്യക്തിയല്ല, ഒരു ജയാളിയെയാണ്. The book of Revelation comes from that island where he was alone. ഈ പ്രായമായ മനുഷ്യൻ നാടുകടത്തപ്പെട്ട ആ ദ്വീപിൽ നിന്നാണ് വെളിപാട് പുസ്തകം നമുക്ക് ലഭിക്കപ്പെടുന്നത്. Luther was hiding in a castle. ഒരു കോട്ടയ്ക്കകത്ത് ലൂതർ ഒളിയിടമായി ഒളിച്ച് ഇരിക്കുകയായിരുന്നു. The emperor of Europe and Pope was against him. They wanted to kill him. യൂറോപ്പിന്റെ ചക്രവർത്തിയും പോപ്പും അവനെതിരായി അവനെ കൊന്നുകളയുവാൻ ഉന്നമിട്ട് നടക്കുകയായിരുന്നു. The whole world was boiling around him. സർവ്വലോകം അവനെതിരെ തിളച്ചു മറിയുകയായിരുന്നു അവന്റെ ചുറ്റും. 10 months in hiding. 10 മാസം താൻ ഒളിവിൽ കഴിയേണ്ടി വന്നു. You know, when he came out, നിങ്ങൾക്കറിയാമോ, താൻ പുറത്തു വന്നപ്പോൾ he brought with him something. താൻ ചിലതുമായിട്ടാണ് അവൻ വന്നത്. The New Testament translation in German. ജർമ്മൻ ഭാഷയിലുള്ള പുതിയ നിയമത്തിന്റെ വിവർത്തനവുമായിട്ടാണ് ഈ 10 മാസത്തിൽ Germany got a New Testament in their language. ജർമ്മനിക്ക് അവരുടെ സ്വന്തം ഭാഷയിൽ പുതിയ നിയമം ലഭ്യമായി തീർന്നു ഈ 10 മാസം കൊണ്ട്. You know the most popular book next to Bible? നിങ്ങൾക്കറിയാമോ വേദപുസ്തകം കഴിഞ്ഞാൽ ഏറ്റവും പ്രശസ്തമായ പുസ്തകം ഏതാണെന്ന്? The Pilgrim's Progress. പരദേശി മോക്ഷയാത്ര. You know where it Pilgrim's Progress, you know how it came out? എങ്ങനെയാ ഇത് വന്നത്, എങ്ങനെയാ ഇത് ഉണ്ടായതെന്നറിയാമോ? John Bunyan was in prison for 12 years. ജോൺ ബനിയൻ എന്ന് പറഞ്ഞ ദൈവഭക്തൻ 12 വർഷം ജയിലിൽ കിടന്നു. A poor home behind him. തന്റെ പിന്നിലാകട്ടെ ഒരു ദരിദ്ര കുടുംബമുണ്ട്. One child was blind. ഒരു കുട്ടി അന്ധയായിരുന്നു. Life was so hard for them. അവർക്ക് ജീവിതം വളരെ ദുഷ്കരമായിരുന്നു. He was arrested because he preached without a license. താൻ ബന്ധനസ്ഥനാക്കപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ടതിന്റെ കാരണം ലൈസൻസ് ഇല്ലാതെ പ്രസംഗിച്ചു എന്നുള്ളത് കൊണ്ടാണ്. 12 years was there. 12 വർഷം ആ അവസ്ഥയിൽ താനായിരുന്നു. If you ask me, the best book that I read and which blessed me most is The Pilgrim's Progress. നിങ്ങൾ എന്നോട് ഞാൻ വായിച്ചിട്ടുള്ള ഏറ്റവും നല്ല പുസ്തകവും എന്നെ ഏറ്റവും അനുഗ്രഹിച്ച പുസ്തകം ഏതെന്ന് ചോദിച്ചാൽ ഈ പരദേശി മോക്ഷയാത്ര. It's not just my story alone. ഇത് എന്റെ മാത്രം കഥയല്ല. Millions have been blessed. അനേക ലക്ഷങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട പുസ്തകം. The reason is John Bunyan didn't accept himself to be a victim. ഇതിന്റെ പിന്നിലെ കാരണം എന്താണെന്ന് അറിയാമോ? തന്നെ ഒരു ഇരയായി ഒരിക്കലും ജോൺ ബനിയൻ കണ്ടില്ല എന്നുള്ളതാണ്. In the midst of weakness, ബലഹീനതകളുടെ നടുവിൽ, in the midst of limitations, പരിമിതികളുടെ നടുവിൽ, in the midst of oppressions, സമ്മർദ്ദങ്ങളുടെയും പീഡനങ്ങളുടെയും നടുവിൽ God's men went through fire and water. ദൈവത്തിന്റെ ഭക്തന്മാർ അവർ തീയിലൂടെയും വെള്ളത്തിലൂടെയും Life was not easy for them. അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതം ലളിതമായിരുന്നില്ല. But they refused to be victims. എന്നാൽ അവർ ഇരകളാകുവാൻ നിഷേധിച്ചു. With God they overcame. ദൈവത്തോട് ചേർന്ന് അവർ ജയാളികളായി. I hope you listen to me. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതട്ടെ. You who are with hanging heads, I hope you listen to me.
തല കുമ്പിട്ട് നടക്കുന്നവരെ നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നു. You anxious, I hope you listen to me. ആകുല ചിന്തകളുമായി നടക്കുന്നവരെ നിങ്ങൾ എന്നെ You are not called to be a victim. ഒരു ഇരയാകാൻ വിളിക്കപ്പെട്ടവരല്ല നിങ്ങൾ. Your calling is to be a victor. ജയാളിയാകാനുള്ളതാണ് നിങ്ങളുടെ വിളി. One man with God. ദൈവത്തോടൊപ്പമുള്ള ഒരു മനുഷ്യൻ In any situation. ഏത് സാഹചര്യത്തിലുമാകട്ടെ, Be it be the hardest situation. ഏറ്റവും ദുർഘടമായ സാഹചര്യത്തിലും, Be the strongest enemy. ഏറ്റവും ശക്തനായിരിക്കട്ടെ നിന്റെ ശത്രു. In any situation. ഏത് സാഹചര്യത്തിലും. Amen. This is what resurrection teaches us. ഉയർത്തെഴുന്നേൽപ്പ് നമ്മളെ പഠിപ്പിക്കുന്നത് ഇതാണ്. Cross shows weakness. ക്രൂശ് കാണിക്കുന്നത് ബലഹീനതയാണെങ്കിൽ, Cross shows defeat and failure. ക്രൂശ് പരാജയവും എതിർപ്പുമാണ് കാണിക്കുന്നതെങ്കിൽ, But Jesus' cross was not failure and defeat. എന്നാൽ യേശുക്രിസ്തുവിന്റെ ക്രൂശ് പരാജയവും എതിർപ്പും മാത്രമായിരുന്നില്ല. He rose from the dead. താൻ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ്. Take courage. ധൈര്യപ്പെടുക. Be hopeful. പ്രത്യാശ In നിറഞ്ഞവരായിരിക്കുക. any situation, look forward. ഏത് സാഹചര്യത്തിലും മുമ്പോട്ട് തന്നെ You're നോക്കുക. called to be a victor. നീ വിജയിയാകുവാൻ വിളിക്കപ്പെട്ടവനാണ്. Amen. ആമേൻ. See, another thing we notice with Joseph is his exclusivity to God. യോസഫിൽ നാം കാണുന്ന മറ്റൊരു കാര്യം താൻ ദൈവത്തിന് സ്വന്തമാണെന്നുള്ള നിലപാടിൽ നിൽക്കുന്നതാണ്. See, the word holiness we often use. നാം വിശുദ്ധി എന്നുള്ള വാക്ക് പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. In Hebrew it comes from the word Kodesh. Kodesh. ഖൊദേഷ് എന്ന എബ്രായ പദത്തിൽ നിന്നാണ് ആ വാക്ക് And വരുന്നത്. in Greek it is Hagios. ഹെഗിയോസ് എന്ന ഗ്രീക്ക് പദമാണ് ഗ്രീക്കിൽ അതിന് Both ഉപയോഗിക്കുന്നത്. means one thing. ഇത് രണ്ടിനും അർത്ഥം ഒന്ന് തന്നെയാണ്. To be consecrated, to set apart. ഇതിന്റെ അർത്ഥം വേർതിരിക്കപ്പെട്ട എന്നുള്ളതാണ്. Joseph was holy to God. യോസഫ് ദൈവത്തിന് വേർതിരിക്കപ്പെട്ടവനായി, Separated to God. ദൈവത്തിനായി മാറ്റിവെക്കപ്പെട്ട, His life is exclusive to God. ദൈവത്തിന് മാത്രം സ്വന്തമായിരുന്നു യോസഫിന്റെ He ജീവിതം. carried it as a seal in his spirit. തന്റെ ആത്മാവിൽ ഒരു മുദ്രയായി താനിത് ഈ കാര്യം കൊണ്ടു നടന്നു. Everywhere it was so intact in his heart. അവന്റെ ഹൃദയത്തിൽ അത് വളരെ ഭദ്രമായി I am സൂക്ഷിക്കപ്പെട്ടു. called. I am called. ഞാൻ I am വിളിക്കപ്പെട്ടിരിക്കുന്നു. separated. ഞാൻ I വേർതിരിക്കപ്പെട്ടവനാണ്. altogether belong to my Lord. ഞാൻ പൂർണ്ണമായി ദൈവത്തിന് മാത്രം സ്വന്തമാണ്. He kept within that fact as an inward identity for himself. താൻ ഈ കാര്യം തൻ്റെ ഉള്ളിൽ താൻ ആരാണെന്നുള്ളൊരു ബോധമായി കൊണ്ടു നടന്നു. Everywhere he knew who he was. എല്ലായിടത്തും താൻ ആരാണെന്ന് വളരെ വ്യക്തമായിരുന്നു അവന്. And when needed, ആവശ്യമായിരുന്ന ഇടങ്ങളിൽ he would put up that card of identity. ഈ ഐഡന്റിറ്റി കാർഡ്, ഈ സത്വബോധം താൻ ഉയർത്തിപ്പിടിക്കുമായിരുന്നു. Dealing with situations, ജീവിത സാഹചര്യങ്ങളുമായി കൈകാര്യം ചെയ്യുമ്പോൾ, dealing with people, ആളുകളെ നേരിടേണ്ടി വരുമ്പോൾ, everywhere he would take out his inward identity. ഈ താൻ അകത്ത് സൂക്ഷിച്ചിരുന്ന ഈ സത്വബോധം ആരാണെന്നുള്ള ബോധം അവൻ പുറത്തെടുത്തു. I'm servant of the Lord. ഞാൻ എൻ്റെ ദൈവത്തിന്റെ ദാസനാണ്. I'm fully committed to my God. ഞാൻ എൻ്റെ ദൈവത്തിന് My സമർപ്പിതനാണ്. only consideration is God. എൻ്റെ ഏക പരിഗണന ദൈവം മാത്രമാണ്. What matters than anything is my God. മറ്റെല്ലാത്തിലും എനിക്ക് വിഷയീഭവിക്കുന്നത് ദൈവമാണ്. That's a great protection. വലിയൊരു- Always should be carrying. ഇത് കൊണ്ടു നടക്കുന്ന ആൾക്ക് എപ്പോഴും നാം എപ്പോഴും കൊണ്ടു നടക്കേണ്ട ഒരു വലിയ സംരക്ഷണമാണിത്. You can keep an external identity only if you have it within. നിങ്ങൾക്ക് ഉള്ളിലുള്ള ആ സത്വബോധം മാത്രമേ, ആരാണെന്നുള്ള ബോധം നിങ്ങൾ ഉള്ളിൽ കൊണ്ടു നടന്നെങ്കിൽ മാത്രമേ അത് പുറത്തെടുക്കുവാൻ When you കഴിയൂ. don't have it within, you won't be able to put up at the right time. ഈ ബോധം നിങ്ങളുടെ ഉള്ളിലില്ലെങ്കിൽ സമയം വരുമ്പോൾ ഇത് പുറത്തെടുക്കുവാൻ നിങ്ങളെ കൊണ്ട് കഴിയും. And when you don't show your external identity, നിങ്ങൾ നിങ്ങളുടെ പുറമേയുള്ള ഈ ബോധം, സത്വബോധം നിങ്ങൾ കാണിക്കുന്നില്ല എങ്കിൽ you will be hooked by your flesh. നിങ്ങൾ നിങ്ങളുടെ ജഡത്താൽ അകപ്പെടുത്തപ്പെടും. The world will be embracing you. ലോകം നിങ്ങളെ കയറി കെട്ടിപ്പിടിക്കും. The devil will trap you. പിശാച് നിങ്ങളെ കെണിയിലാക്കും. A separated man for God. ദൈവത്തിനായി വേർതിരിക്കപ്പെട്ട മനുഷ്യൻ. Therefore, he always lived before God.
അതുകൊണ്ട് താൻ എപ്പോഴും ദൈവത്തിന്റെ മുമ്പിലാണ് ജീവിച്ചത്. People are happy when they sin if others don't come to know about it. മറ്റുള്ളവർ അറിയാത്തിടത്തോളം ആളുകൾ പാപം ചെയ്താലും അവർക്ക് അതിൽ വിഷമമില്ല, അവർ സന്തുഷ്ട. As somebody said, many believers live by one principle. ഒരു ദൈവഭക്തൻ ഇങ്ങനെ പറഞ്ഞു, അനേകം വിശ്വാസികളും ഒരൊറ്റ തത്വം കൊണ്ട് ജീവിക്കുന്നവരാണ്. Thou shall not be caught. നീ ഒരു നാളും പിടിക്കപ്പെടരുത് എന്ന തത്വം. Now for Joseph, എന്നാൽ യോസഫിനെ he സംബന്ധിച്ചിടത്തോളം was all different. താൻ വ്യത്യസ്തനായിരുന്നു. He knew when others were not watching, when nobody was seeing. താൻ മനസ്സിലാക്കിയിരുന്ന കാര്യം മറ്റാരും തന്നെ കാണാത്തപ്പോഴും, ആരും കാണാത്ത സമയത്തും There was someone seeing him. തന്നെ കാണുന്ന ഒരുവൻ ഉണ്ട് എന്ന് അവന് വളരെ He lived വ്യക്തമായിരുന്നു. before his God. താൻ ജീവിച്ചത് തന്റെ ദൈവത്തിന്റെ മുമ്പിലായി. And everything that he did was before that God. താൻ ചെയ്തതെല്ലാം ആ ദൈവത്തിന്റെ തിരുമുമ്പിലായിരുന്നു. For him, faith and work was not two things. തന്നെ സംബന്ധിച്ചിടത്തോളം വിശ്വാസവും ജോലിയും രണ്ട് കാര്യങ്ങളായിരുന്നില്ല. Worship, ആരാധന, it was not divided between spiritual and secular. അത് ഭൗതികമായതിൽ നിന്നും ആത്മീയമായതിൽ നിന്നും തമ്മിൽ വേർതിരിക്കപ്പെട്ടിരുന്നില്ല. His life was one whole thing. തന്റെ ജീവിതം ഒരൊറ്റ കാര്യമായിട്ടിരുന്നു. So everything he did, അതുകൊണ്ട് താൻ ചെയ്തതെല്ലാം, the duty as a slave, ഒരടിമ എന്നുള്ള നിലത്തിൽ തന്റെ കടമകൾ, his duty as a supervisor, ഒരു കാര്യവിചാരകൻ എന്നുള്ള നിലയിലുള്ള തന്റെ കടമകൾ, everywhere he did it as unto God. അതെല്ലാം താൻ ചെയ്തത് ദൈവത്തിനെന്ന വണ്ണമായിരുന്നു. Life was a worship. അതുകൊണ്ട് തന്റെ ജീവിതം തന്നെ ദൈവത്തിനുള്ള ഒരു ആരാധനയായിരുന്നു. Life was a worship. ജീവിതം തന്നെ ഒരു ആരാധനയായിരുന്നു. His life was a worship. അവന്റെ ജീവിതം ഒരു You ആരാധനയായിരുന്നു. understand what I say? ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാകുന്നുണ്ടോ? Living before God, ദൈവത്തിന്റെ മുമ്പാകെ ജീവിക്കുന്നത്, doing unto him, തനിക്കായി സകലതും ചെയ്യുന്നത്, serving him in everything, തന്നെ എല്ലാറ്റിലും സേവിക്കുന്നത്, making life a worship unto God. ഇതാണ് ജീവിതം ദൈവത്തിന് ഒരു ആരാധനയാക്കുക എന്ന് There's പറയുന്നത്. a wonder that everywhere he was blessed. താൻ എല്ലായിടത്തും അനുഗ്രഹിക്കപ്പെട്ടു നാം വായിക്കുന്നതിൽ ഒരു അതിശയവും No കാണിക്കേണ്ട wonder കാര്യമില്ല. God was with him. ദൈവം തന്നോടുകൂടെ എപ്പോഴും ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിൽ എന്ത് അത്ഭുതം! He was blessed താൻ അനുഗ്രഹിക്കപ്പെട്ടു, and others too were blessed. താൻ മൂലം മറ്റുള്ളവരും അനുഗ്രഹിക്കപ്പെട്ടു. Yet another thing that's very important in Joseph's life, യോസഫിന്റെ ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട he കാര്യം, was a man with a wealth of experience. പരിചയത്തിന്റെ ഒരു സമ്പത്തുമായി, ജീവിതാനുഭവത്തിന്റെ ഒരു സമ്പത്തുമായി നടന്നൊരു മനുഷ്യനായിരുന്നു For യോസഫ്. people to have an experience, either they should have a healing, ആളുകളെ സംബന്ധിച്ചുള്ള ഒരു ജീവിതാനുഭവം ഉണ്ടാകണമെങ്കിൽ അവർക്കൊരു സൗഖ്യം or ഉണ്ടാകണം. some miracle in their way. അവർ പോകുന്ന വഴിയിൽ ഒരു അത്ഭുതം ഉണ്ടെങ്കിൽ അവർ പറയും ഒരു Some doors ജീവിതാനുഭവം not to ഉണ്ടെന്ന്. open. ചില വാതിലുകൾ അവർക്ക് തുറന്നു കിട്ടിയാൽ അതൊരു അനുഭവമായി അവർ What കാണുന്നു. is that? Life itself being a great experience. എന്നാൽ ജീവിതം തന്നെ ഒരു വലിയ അനുഭവമായി തീരുന്നത് എന്താണ്? See, Joseph, look to his life. His life is always like a solitary life. യോസഫിന്റെ ജീവിതം നോക്കിയാട്ട് അതെപ്പോഴും ഒരു ഒറ്റയാൻ ജീവിതമായിരുന്നു, ഏകാന്തമായൊരു ജീവിതമായിരുന്നു. I don't say he was lonely, but I say he was solitary. അവന്റെ ജീവിതം താൻ ഏകാന്തനായിരുന്നു എന്ന് ഞാൻ പറയുന്നില്ല, മറിച്ച് താൻ ഒറ്റയ്ക്കായിരുന്നു. I don't say a godly man is a lonely man. ഒരു ദൈവഭക്തൻ ഏകാന്തനാണെന്ന് ഞാൻ പറയത്തില്ല. And he won't be away from people. മറ്റുള്ളവരിൽ നിന്നെല്ലാം മാറി ഒറ്റയ്ക്ക് മാറിയിരിക്കുന്ന ഒരാളാണ് ദൈവഭക്തൻ ഞാൻ പറയുന്നില്ല. I would say the more you know God, the more you know people. വാസ്തവത്തിൽ നീ ദൈവത്തെ കൂടുതൽ അറിയും തോറും നീ മനുഷ്യരെ കൂടുതൽ അറിയുന്നവനായി തീരും. The closer you are to God, the closer you will be to people. നീ ദൈവത്തോട് അടുത്ത് ജീവിക്കുന്നതോറും നീ മനുഷ്യരോട് അടുത്ത് ജീവിക്കുന്നവനായി. But like Tozer said, every saint has a solitary walk. എന്നാൽ ടോസർ പറയുന്നത് പോലെ എല്ലാ ദൈവഭക്തനും ഒരു തനിച്ചുള്ള ഒരു ജീവിതമുണ്ട്. You know why? എന്താണതെന്നറിയാമോ? As he walked with God,
ദൈവത്തോടൊപ്പം നടക്കുമ്പോൾ, as you submit your ways to Him, നിന്റെ വഴികളെ ദൈവത്തിന് as you വിധേയപ്പെടുത്തുന്നു, listen to Him, അവനെ താൻ ശ്രദ്ധിക്കുമ്പോൾ, as you make your choices before Him, അവന്റെ മുമ്പാകെ നിന്റെ തെരഞ്ഞെടുപ്പുകൾ നീ എടുക്കുമ്പോൾ, as you obey Him, അവനെ നീ അനുസരിക്കും the തോറും world cannot understand. ലോകത്തിന് നിന്നെ മനസ്സിലാക്കുവാൻ Even കഴിയില്ല. believers may not be able to understand such actions. വിശ്വാസികൾക്ക് പോലും അങ്ങനെയുള്ള നിന്റെ പ്രവർത്തികളെ ഉൾക്കൊള്ളുവാൻ കഴിയാതെ There is a strangeness with your decision. നിന്റെ ജീവിതത്തിൽ നിന്റെ തീരുമാനങ്ങളിലെല്ലാം എന്തോ ഒരു പ്രത്യേകത. Your pursuits are different. നിന്റെ അനുധാവനങ്ങളൊക്കെ വേറിട്ടതാണ്. Your dreams and ambitions are different. നിന്റെ സ്വപ്നങ്ങളും അഭിലാഷങ്ങളും എല്ലാം What you look വളരെ for വ്യത്യസ്തമാണ്. in life is different. ജീവിതത്തിൽ നീ മുമ്പോട്ട് പ്രതീക്ഷിക്കുന്നത് വളരെ വ്യത്യസ്തമായവയാണ്. Your priorities are different. നിന്റെ മുൻഗണനകൾ വേറെയാണ്. How you spend your time alone is different. നീ തനിച്ച് നിന്റെ സമയം ചെലവഴിക്കുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. That is what I mean by being solitary. നീ വ്യത്യസ്തനാണ് എന്നുള്ളതാണ് ഞാൻ ആ പറഞ്ഞ വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത്. So, through all this special walk with God, ദൈവത്തോടൊപ്പമുള്ള ഈ സവിശേഷ നടത്തിലൂടെ, in the faith walk, in this walk of obedience, വിശ്വാസത്തിന്റെ നടത്തിയിലൂടെ, അനുസരണത്തിന്റെ നടത്തിയിലൂടെ, God works with that man. ദൈവം ആ മനുഷ്യനോട് ചേർന്ന് പ്രവർത്തിക്കുകയാണ്. God deals with that man. ദൈവം ആ വ്യക്തിയെ കൈകാര്യം ചെയ്യുകയാണ്. His life is quite different from many others. മറ്റുള്ളവരിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് തന്റെ ജീവിതം. He expects they have why I don't have. അവർക്കുണ്ട്, എനിക്കെന്താ ഇല്ലാത്തത് എന്ന് അവൻ ചിന്തിക്കുന്നു. They have this privilege, but why I am not given that privilege? അവർക്ക് ഈ സൗഭാഗ്യം ഉണ്ടെങ്കിലും എനിക്കെന്തുകൊണ്ട് അങ്ങനെയുള്ള അനുഭവം Many ഇല്ല? things others have is restricted for me. മറ്റുള്ളവർക്കുള്ള പലതും എനിക്ക് വിലക്കപ്പെട്ടിരിക്കുന്നു. God's dealing with his man. ദൈവം ഇതാ ഈ മനുഷ്യനുമായിട്ട് ഇടപെടുകയാണ്. God deals and slowly breaks him. ദൈവം ആ മനുഷ്യനെ കൈകാര്യം ചെയ്ത് അവനെ ഉടയ്ക്കുന്നു, നുറുക്കുന്നു. So that he becomes wieldy in God's hands. അങ്ങനെ ദൈവത്തിന് വഴങ്ങുന്ന, ദൈവത്തിന് മെരുങ്ങുന്ന ഒരു ജീവിതമായി അവന്റെ ജീവിതം മാറുന്നു. Life is transformed. ആ ജീവിതം രൂപാന്തരപ്പെട്ടു. You know, you can see that tender Joseph in the early days. തന്റെ ജീവിതത്തിന്റെ ആരംഭ നാളുകളിൽ ഒരു കിളുന്ത് പയ്യനായിരുന്ന യോസഫ് Tender, വളരെ മൃദുവായിരുന്നു. simple, വളരെ നേരെ ഉള്ള ജീവിതം ഉണ്ടായിരുന്ന, വളരെ ലഘുവായിരുന്ന, very plain young boy. വളരെ പ്ലെയിനായ ഒരു ചെറുപ്പക്കാരൻ. See now, as a prime minister in Egypt, എന്നാൽ ഇപ്പോൾ ഇതാ ഈജിപ്തിന്റെ പ്രധാനമന്ത്രിയായി നാം അവനെ a കാണുന്നു. simple, tender man. വളരെ ലളിതമായ ഒരു വ്യക്തി ആയിരുന്ന ഒരു വ്യക്തി. So, things, time, God did a work through time in his life. സമയം കൊണ്ട് ഈ ലളിതമായിരുന്ന ജീവിതത്തിൽ ദൈവം ഒരു പ്രവൃത്തി ചെയ്തെടുത്ത്, Your faith, നിന്റെ വിശ്വാസം, your submission, നിന്റെ കീഴ്പ്പെടൽ, your obedience, നിന്റെ അനുസരണം, your costliest choices and decisions of life, നിന്റെ ജീവിതത്തിലെ വിലയേറിയ വിലപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ, these are not unrelated events of life. ജീവിതത്തിൽ തമ്മിൽ ബന്ധമില്ലാത്ത കുറെ സംഭവങ്ങളല്ല ഇവ. These are wonderfully connected. ഇവയെല്ലാം തമ്മിൽ വളരെ മനോഹരമായി ദൈവം ഘടിപ്പിക്കുകയാണ്. Through all this, ഇതിലൂടെ എല്ലാം God is working with a person. ദൈവം ഒരു വ്യക്തിയുമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. God is dealing with a man. ഒരു വ്യക്തിയെ ദൈവം കൈകാര്യം God is ചെയ്തുകൊണ്ടിരിക്കുകയാണ്. forming a man. ഒരു മനുഷ്യനെ അവൻ രൂപപ്പെടുത്തുകയാണ്. God is making a man. ഇവിടെ ഒരു മനുഷ്യനെ ദൈവം എഴുന്നേൽപ്പിക്കുകയാണ്. We pray, Lord, transform me, transform me, transform me. നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവേ എന്നെ മാറ്റണമേ, എന്നെ രൂപാന്തരപ്പെടുത്തണമേ. Transformation is not that simple like putting on a switch. രൂപാന്തരം എന്ന് പറയുന്ന ഒരു സ്വിച്ച് ഇടുന്നത് പോലെ വളരെ എളുപ്പമുള്ള ഒരു പണിയല്ല. It takes time. അതിന് സമയം വേണം. Dealings of God. ദൈവത്തിന്റെ പ്രവൃത്തികൾ Work നടക്കണം. of God. ദൈവത്തിന്റെ കാര്യപരിപാടി. Your way through life. ജീവിതത്തിലൂടെ നിന്റെ യാത്ര ആ വഴിയിലൂടെ മാത്രമേ. Praise the Lord. ഹല്ലേലൂയ. Joseph was not made in a day or an year. യോസഫ് ഉണ്ടാക്കപ്പെട്ടത് ഒരു ദിവസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ ആയിരുന്നില്ല. God's men were not made what they are
ദൈവത്തിന്റെ മനുഷ്യർ അവരെന്തായിരിക്കുന്നോ അത് ആയിത്തീർന്നത് ഒരു ദിവസം കൊണ്ടല്ല. Time is God's gift for you. നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു വലിയ ദാനമാണ് നിങ്ങളുടെ സമയം. God's grace is God's gift for you. ദൈവത്തിന്റെ കൃപ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദാനമാണ്. Bring together time and grace. സമയത്തെയും കൃപയും ഒന്നിച്ചു കൊണ്ടുവരിക. Relate yourself with God. നിങ്ങളെ ദൈവവുമായി ബന്ധിപ്പിക്കുക. God's purpose will be fulfilled. നിങ്ങളുടെ ജീവിതത്തിൽ അവന്റെ പദ്ധതി നിറവേറും. You will be a new man. നിങ്ങളൊരു പുതിയ മനുഷ്യനായി മാറും. That's the story of Joseph. യോസഫിന്റെ കഥ നമ്മളെ പഠിപ്പിക്കുന്നത്. Through all this, Joseph gained tremendous experience. ഇതിലൂടെയെല്ലാം യോസഫിന് ഒരു വിലയേറിയ ജീവിതാനുഭവത്തിന്റെ ഉടമയായി. Experience through life. ജീവിതത്തിലൂടെയുള്ള അനുഭവം. Experience through knowing God. ദൈവത്തെ അറിയുന്നതിലൂടെ ലഭിക്കുന്ന ഒരു ജീവിത പരിചയം. Experience through walking with God. ദൈവത്തോടൊപ്പം നടക്കുന്നതിലൂടെ വരുന്ന ഒരു ജീവിത What's പരിചയം. the result of experience? ഇതിന്റെ ഭവിഷ്യത്ത് പരിണിത ഫലം എന്താണ്? A man of wisdom, ജ്ഞാനമുള്ള ഒരു മനുഷ്യൻ, a man of discernment, വിവേചനമുള്ള ഒരു a മനുഷ്യൻ, man with anointing, a man with anointing, അഭിഷേകമുള്ള ഒരു മനുഷ്യൻ, a man with authority, അധികാരമുള്ള ഒരു a മനുഷ്യൻ, man who can impact others, മറ്റുള്ളവരെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു a മനുഷ്യൻ, man who can be a spokesperson for God. ദൈവത്തിന്റെ വായായിരിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യൻ. Hallelujah. ഹല്ലേലൂയ. God can use you to dispense his blessing to others. മറ്റുള്ളവർക്ക് ദൈവത്തിന്റെ അനുഗ്രഹം വിളമ്പുവാൻ കഴിയുന്ന ഒരു മനുഷ്യനാക്കി ഇതിനെ മാറ്റാൻ This കഴിയും. is the Joseph, the prime minister we see in Egypt. ഈജിപ്തിലെ പ്രധാനമന്ത്രിയായി നാം കാണുന്ന യോസഫ് ഇങ്ങനെയുള്ള ഒരു വ്യക്തി, Man of great wisdom, വലിയ ജ്ഞാനത്തിന്റെ ഉടമ, great discernment, വിവേകശാലി, authority. അധികാരമുള്ള ഒരു വ്യക്തി. Even Pharaoh would look up to him. ഫറവോൻ പോലും തന്നെ ഉയർന്നു നോക്കിക്കാണുന്ന ഒരു വ്യക്തി. I wish God's people would expect much more from their call, from their God. ദൈവത്തിന്റെ ജനം തങ്ങളുടെ വിളിയിൽ നിന്നും തങ്ങളുടെ ദൈവത്തിൽ നിന്നും എത്രയോ അധികം ആഗ്രഹിച്ചിരുന്നെങ്കിൽ, പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Don't give up hearing of these wonderful stories. ഈ കഥകളൊക്കെ കേട്ടിട്ട് അതവിടെ ഇട്ടിട്ട് പോകല്ലേ. Take it as a challenge. ഒരു വെല്ലുവിളി, ആഹ്വാനമായി നിങ്ങൾ അത് One ഏറ്റെടുക്കുക. life, Lord. ദൈവമേ, ഒരൊറ്റ ജീവിതം, Few more years ahead. കുറച്ച് വർഷങ്ങൾ കൂടെ എനിക്ക് You called me in മുമ്പിലുണ്ടെങ്കിൽ, your love. നീ സ്നേഹത്തിൽ എന്നെ വിളിച്ചു, You gave me fellowship with the godly. നീ എനിക്ക് ഭക്തന്മാരുമായി കൂട്ടായ്മ തന്നു. Thank God. നന്ദി കർത്താവേ. Let this life be life in your sight. ഈ എന്റെ ജീവിതം നിന്റെ ദൃഷ്ടിയിൽ ജീവിതമായിരിക്കട്ടെ. And finally, അവസാനമായി, see, in the Bible, in theology, there's something called the biblical typology. ബൈബിളിൽ, തിരുവചനത്തിൽ പല കാര്യങ്ങളും സൂചനാ മാതൃകകളായി, മാതൃകാ തത്വങ്ങളായി അവതരിപ്പിക്കപ്പെടാറുണ്ട്. See, every saints of God in the Old Testament are, in a smaller or a bigger measure, they are types of the coming Christ. പഴയ നിയമ ഭക്തന്മാരെല്ലാം ചെറിയ തലത്തിൽ അല്ലെങ്കിൽ ഒരു വലിയ തലത്തിൽ Every one of them. ക്രിസ്തുവിന്റെ ഒരു സൂചനാ മാതൃകയാണ്. But Joseph perhaps was the best wholesome type of the coming Christ. അവരുടെ നടുവിൽ യോസഫ് വരുവാനിരിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ള ഏറ്റവും നല്ല ഒരു സൂചനാ മാതൃകയായിരുന്നു. A wholesome life വളരെ സമ്പൂർണമായ ഒരു ജീവിതം, without any flaw. ഒരു ന്യൂനതകളും ഇല്ലാത്ത A wonderful person. വളരെ മനോഹരമായ ഒരു വ്യക്തിത്വം. Being a slave, ഒരു അടിമയായിരിക്കെ തന്നെ rejected of his own brethren, തന്റെ സഹോദരന്മാർ തിരസ്കരിക്കപ്പെട്ട്, suffered as a criminal, ഒരു കുറ്റവാളിയെ പോലെ കഷ്ടം സഹിച്ച്, but pure and innocent. എന്നാൽ വളരെ നിർമ്മലനും നിഷ്കളങ്കനുമായിരിക്കെ But finally ഒടുവിൽ rose up, എഴുന്നേറ്റ് വന്നു, became the prime minister of Egypt, ഈജിപ്തിന്റെ പ്രധാനമന്ത്രി പദത്തിലേക്ക് ഉയർന്നു വന്നു. and further വീണ്ടും മുമ്പോട്ട് became the savior of his brethren. തന്റെ സഹോദരന്മാരുടെ രക്ഷകനായി പരിണമിച്ചു. Amen. ആമേൻ. Joseph was a type.
of the coming Christ. അന്ന് വരാനിരിക്കുന്ന ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനായി മാതൃക സൂചനയായി യോസഫിനെ നമുക്ക് എത്ര വ്യക്തമായി കാണാൻ കഴിയുന്നു. Now, we are not types of the coming Christ. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ക്രിസ്തുവിൻ്റെ മാതൃകാ സൂചനകൾ മാത്രമല്ല, We are life models of Christ, our Savior, who already came. ഈ ലോകത്തിൽ വന്നിട്ടുള്ള ക്രിസ്തുവിൻ്റെ ജീവിത മാതൃകകളാണ് നമ്മൾ. Joseph pointed to the future. യോസഫ് ചൂണ്ടിയത് ഭാവിയിൽ വരാനിരിക്കുന്നതിനെ കുറിച്ചാണ്. Now we are pointing behind. എന്നാൽ ഇന്ന് നാമോ പുറകിലേക്കാണ് ചൂണ്ടുന്നത്. As he is, we are in this world. താനായിരുന്നത് പോലെ ഇന്ന് നാം ഈ He ലോകത്തിലായിരിക്കും. has sent us. അവൻ നമ്മളെ അയച്ചിരിക്കുന്നു. Go and bear fruits. നിങ്ങൾ പോയി ഫലം കായ്ക്കുക. Represent Christ. That is witnessing. ക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുക എന്നുള്ളതാണ് സാക്ഷി. Those who see us, നമ്മെ കാണുന്നവർ, those who work with us, നമ്മളോടുകൂടെ ജോലി ചെയ്യുന്ന our neighbors, നമ്മുടെ അയൽക്കാർ, our friends, നമ്മുടെ കൂട്ടുകാർ, those who deal with us, നമ്മളുമായി ഇടപെടുന്നവർ, they should touch Christ in us. നമ്മളിലുള്ള ക്രിസ്തുവിനെ അവർ We are life models in Christ. നാം ക്രിസ്തുവിന്റെ ജീവിത മാതൃകകളാണ്. That is our ultimate call. അതാണ് നമ്മളുടെ ആത്യന്തികമായ വിളി. The summary of our call is just this: നമ്മുടെ വിളിയുടെ ആകത്തുക ഇതാണ്: radiate his glory, അവന്റെ മഹത്വം പുറത്തു വീശുക. represent him in your generation, നിന്റെ തലമുറയിൽ അവനെ പ്രതിനിധീകരിക്കുക. be a savior to many. അനേകർക്ക് ഒരു രക്ഷകനായി നിൽക്കുക. Amen. ആമേൻ. Thank you for all who have taken up this challenge as you heard me today. ഇന്ന് എന്നെ കേൾക്കുന്ന ഈ സന്ദർഭത്തിൽ ഇത് ഒരു ആഹ്വാനമായി എടുത്ത എല്ലാവർക്കുമായി ഞാൻ നന്ദി പറയുന്നു. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Amen.